സന്ദേശം നൽകിക്കൊണ്ട് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് അനുഗ്രഹിച്ചയക്കാൻ പ്രചരണത്തിനായി ഒരു മാസം പോലും തികച്ചില്ലാതെ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ മറ്റു മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഒരു ആവേശപ്പോര് പട്ടാമ്പി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. എങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ട വീര്യമാണ് പട്ടാമ്പി മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാ പ്രചരണങ്ങൾക്കും നാന്ദി കുറിച്ചുകൊണ്ട് ഇന്ന് കൊട്ടിക്കലാശം വന്നെത്തിയിരിക്കുകയാണ്. LDF UDF മുന്നണികൾ ഒരുപോലെ ആവേശഭരിതരാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ കൊപ്പം സെന്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകർ എല്ലാം മറന്ന് ആഘോഷിക്കുകയാണ്. ഇരു മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ്. നമുക്കിനി ആ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. ഒപ്പം അവരോട് തന്നെ ചോദിക്കാം എന്താണ് അവരുടെ പ്രതീക്ഷകളെന്ന്. വരൂ. മത്സരാവേശങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് ഇന്ന് കൊട്ടിക്കലാശാണ്. അപ്പൊ ഇതുവരെയുള്ള ഒരു പട്ടാമ്പിയുടെ പിക്ചർ വെച്ചിട്ട് എന്ത് തോന്നുന്നു? തീർച്ചയായും ഇപ്പോഴത്തെ ഈ പുതിയ പിക്ചർ തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് ഈ പട്ടാമ്പി നിയോജകമണ്ഡലത്തിലുള്ളത്. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു അനുകൂലമായ ഒരു കാറ്റാണ്. അതിനോടൊപ്പം പട്ടാമ്പിയും ഉണ്ടാകുമെന്ന് ഉറച്ച ആത്മവിശ്വാസത്തിലാണ് UDFിൻ്റെ പ്രവർത്തകർ നിലവിലുള്ളത്. തീർച്ചയായും നല്ലൊരു ഭൂരിപക്ഷത്തിൽ TP ഷാജി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും. എന്ത് തോന്നുന്നു? TP ഷാജി ജയിക്കും. പട്ടാമ്പിയിലെ TP ഷാജിയുടെ വിജയം ഉറപ്പാണ്? വിജയം ഉറപ്പാണ്, 100%. എന്തായിരിക്കും അതിന് കാരണം? കാരണം വികസനത്തിന്റെ കുറവ് തന്നെ. 10 കൊല്ലം വികസനം ഒന്നും നടത്തിയിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, മഴ പെയ്താൽ ഇവിടെ മഴ പെയ്ത വെള്ളം നിറഞ്ഞു പോവാ കൊപ്പങ്ങാടിയിൽ. അപ്പൊ അതാണ് അവസ്ഥ. അപ്പോൾ വികസനത്തിന് തന്നെ TP ഷാജി ജയിക്കും, 100% ഉറപ്പാണ്. മുതുതല കൊടുമുണ്ട പർക്കാട് റോഡ് 10 പൈസ ചെലവാക്കിയിട്ടില്ല. നീള ഹോസ്പിറ്റൽ കൊളക്കപ്പള്ളി റോഡ് 3 ഇപ്പോൾ പൊളിച്ചിട്ടത്. പാലം 10 കൊല്ലം വെറുതെ കയറാക്കി മനുഷ്യനെ. 10 കൊല്ലം മുന്നേ പറഞ്ഞ പെൻഷൻ ഇതുവരെ കൊടുത്തില്ല, 2500. പിന്നെ എന്ത് ചെയ്തു പറഞ്ഞത്? TP ഷാജി വന്നാൽ ഇതിനൊക്കെ ഒരു ബദലാവും തോന്നുന്നുണ്ടോ? 100% ബദലാവില്ല. ഞങ്ങൾ ജനങ്ങൾ ബദലാക്കും. UDF-കാരെല്ലാം ഒരുപോലെ അവർ ആവേശം കാണിക്കുകയാണ്. ഇവിടെ 3-ാം വാർഡ് മെമ്പർ ഉണ്ട്. എന്ത് തോന്നുന്നു? നല്ല തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ഷുവറാണ് കേരളം UDF ഭരിക്കും. അതിൻ്റെ കൂടെ പട്ടാമ്പി ഉണ്ടാവുന്ന ഷുവറാണ്. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് പറയുകയാണ്, ഇതുമായി ഈ സ്റ്റിക്കനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രാവശ്യം ഞാൻ ഇത് ബോർഡിൽ അവതരിപ്പിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ 4 റോഡിനും എന്നും ബ്ലോക്കാണ്. അതുമായി ബന്ധപ്പെട്ടും ഈ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും നല്ലൊരു പോരാട്ടമാണ്. അപ്പോൾ TP ഷാജി വിജയിച്ചാൽ അതിനൊക്കെ ഒരു മറുപടി ഉണ്ടാവും, അതിനൊരു നല്ലൊരു പരിഹാരം ഉണ്ടാവും. TP ഷാജി ജയിക്കുകയും കേരളം UDF ഭരിക്കുകയാണെങ്കിൽ കൊപ്പത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാം എന്റെ അങ്ങനെ ഉറച്ച വിശ്വാസത്തിലാണ് UDF പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിമർപ്പിലാണ് LDF UDF മുന്നണികൾ. LDFന്റെ ഒരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? ഇവിടെ LDF നല്ല പ്രതീക്ഷയിലാണ്. LDF പ്രവർത്തകർ മുഹമ്മദ് മുഹസിൻ കഴിഞ്ഞ 10 വർഷം പട്ടാമ്പി നടപ്പാക്കിയ, പ്രത്യേകിച്ച് കൊപ്പത്ത് നടപ്പാക്കിയ വമ്പിച്ച വികസനത്തിനുള്ള ഒരാവേശമായിട്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയ അതീതമായി ആളുകളെല്ലാം ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. എല്ലാവരും മുഹമ്മദ് മുഹസിന് അനുകൂലമായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. വൻ ആവേശത്തിലാണ് ജനങ്ങളാകെ. പെൻഷൻ മുടങ്ങാതെ പെൻഷൻ കിട്ടുന്ന ഒരു കാലം, അതുപോലെ നമ്മുടെ റോഡുകൾ, ആരോഗ്യ മേഖല, സമസ്ത മേഖലയും വലിയ വികസന കുതിപ്പിലാണ്. ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഇത് തുടരെ LDF വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഇവിടുത്തെ സാധാരണ മുഴുവൻ ജനങ്ങളും വലിയ ആഗ്രഹത്തിലാണ്. അവർ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ്. ഒരു വിജയപ്രതീതി തന്നെയാണ് ഇപ്പോഴുള്ളത്, ഒരു സംശയം വേണ്ട. വിജയപ്രതീക്ഷ എന്നല്ല, ഒരു വലിയ മുന്നേറ്റം, ഒരു ചരിത്ര ഭൂരിപക്ഷം മുഹമ്മദ് മുഹസിന് ഈ പട്ടാമ്പിയിൽ ഉണ്ടാകുമെന്നത് നോക്കിക്കാണാൻ നിൽക്കുകയാണ് ഞങ്ങൾ. അതാണ് LDF പ്രവർത്തകരുടെ ആവേശം. വളരെ ആവേശമായിക്കൊണ്ടാണ് പട്ടാമ്പി മുന്നോട്ട് പോയിക്കൊണ്ട് പട്ടാമ്പിയിലെ ജനങ്ങൾ വലിയ രൂപത്തിൽ ഈ മുഹമ്മദ് മുഹസിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ
ജനങ്ങൾ നേരിലേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷയാണ്. ചരിത്രത്തിൽ ആദ്യമായി പട്ടാമ്പിയിൽ വലിയ ഭൂരിപക്ഷം നേടാൻ പോവുകയാണ്. ഈ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചരിത്ര ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് മുഹമ്മദ് മൂസിൻ വിജയിച്ചിരിക്കും. എന്ത് തോന്നുന്നു? മൂസിനിൽ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ 26,000 വോട്ടിന് മൂസിൻ ജയിക്കും. പട്ടാമ്പി അത്രയ്ക്ക് ഉറപ്പാണ്? അത്രയും ഉറപ്പാണ്. 26,000 വോട്ടിന് മൂസിൻ ജയിച്ചിരിക്കും. ഓരോ പ്രവർത്തകനും അത്രയും ഉറപ്പോട് കൂടിയാണ് ഈ ഒരു കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ പ്രവർത്തകനും അത്രയും ഉറപ്പിലാണ് ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നത്. എന്ത് തോന്നുന്നു മൂസിനെ കുറിച്ച്? ജയിക്കോ മൂസിൻ? ജയിക്കോ? ഇവിടെ മൂസിനെ ജയിക്കുള്ളൂ, വേറൊരാളും ജയിക്കൂല. മൂസിയുടെ അത്രയും വികസനം ചെയ്തിട്ടുണ്ട്. അതിനാ വോട്ട്. 2000 കോൺഗ്രസ് ഇലക്ഷനൊക്കെ 18 മാസം ബാക്കിയായിരുന്നു പെൻഷൻ. 1 മാസം അഡ്വാൻസാണ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? എന്തുകൊണ്ടും LDF തന്നെ അധികാരത്തിൽ വരും. 10 വർഷത്തോളം കാലം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിയുടെ നേരെയാണ് അഴിമതി ആരോപണം നടക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇന്നേവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഇടതുപക്ഷ തരംഗമുണ്ടാവും. 85 സീറ്റിന് മേളിൽ കയറി ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്യും. പട്ടാമ്പിക്ക് 10 മാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.